ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഒരു അയലക്കറിയാണ് കേട്ടോ. ഇത് കിടപ്പുണ്ടല്ലോ, കണ്ടോ അയല. ഞാനിത് അയല എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരല്ലേ, നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഈ മീൻ കറി വയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിതിനെ കഴുകി അടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ അയലയൊക്കെ ആർത്ത് കഴുകി നല്ല ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേണ്ടല്ലോ, തലയും കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ അരപ്പ് റെഡിയാക്കാം. ഇനി അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇതിലൊരു അരമുറി തേങ്ങ, പിന്നെ ഒരു 6 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് വാളൻപുളിയാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഇപ്പം അരപ്പിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അരപ്പിൽ ഇതിനെ നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പോ ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു തക്കാളി, ഇത് താളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു തക്കാളി, ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പാകം ചെയ്യേണ്ടതെന്ന് നോക്കാം. വെളിച്ചെണ്ണയും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാക്കണം. ചൂടായിട്ട് വേണം, ഓൾറെഡി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് കടുകിടാം. കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇതേ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാൻ ഇതിലത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തക്കാളിയും പച്ചമുളകും ഇടാം. അപ്പോൾ അതേ ഉള്ളി മൂത്തിട്ടുണ്ട്. ഒരുവിധം ചെറുതായിട്ട് കളർ ചേഞ്ച് ആയതേ ഉള്ളൂ. ഇത് മതിയാകും. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം തക്കാളി ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇത് മുളകൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് വരുമ്പോഴേ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മുരിങ്ങയ്ക്ക കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ തക്കാളിയും മുളകും എല്ലാം ഒന്ന് നന്നായി വഴണ്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലോട്ട് അരപ്പൊഴിക്കാം. പിന്നെ ഇതൊക്കെ വഴറ്റുന്ന സമയത്ത് ചെറിയ തീയിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വേണം ഇടാൻ, അല്ലെങ്കിൽ ഇത് മൊത്തം കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം വഴറ്റിയൊക്കെ എടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർക്കാം. അപ്പോൾ ഇത് അരപ്പൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതിലോട്ടിപ്പം തൽക്കാലം വെള്ളം ഒഴിക്കുന്നില്ല. മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് അതിലുണ്ടായിരുന്ന അരപ്പ് പൊടി ചേർത്തുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന്
ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പം അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പ് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശകലം ഉപ്പിടാം. ഇപ്പം തൽക്കാലം ഞാൻ ഒരു 3/4 സ്പൂൺ ഉപ്പേ ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്താൽ മതിയാവും. ഇതൊന്ന് നന്നായി കലക്കണം. ഇനിയിപ്പം മീൻ ഇടാൻ പാടില്ല. അയല മീൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തിരി കൂടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ഇട്ട് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് വേണ്ടിയില്ല, വേഗം പെട്ടെന്ന് വെന്തോളൂ അയലല്ലേ. എന്നാലും ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നോക്കാം കറി. ഓക്കെ, എല്ലാം തിളച്ച് കറിയൊക്കെ മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. സൈഡ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിയാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. വേണമെങ്കിൽ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചിട്ട് വെച്ചാലും മതിയാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ കറക്റ്റായിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. മേളിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഞാൻ നേരത്തെ എടുത്ത കറിവേപ്പില ഉണ്ടല്ലോ, അത് ഞാൻ ഒരു തണ്ടേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ താളിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലോ, ഇതും കൂടി ഇതിലോട്ട് ഇട്ട് അടച്ച് വയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് വേണം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് കഴിച്ച് ടേസ്റ്റൊക്കെ ചെയ്തിട്ട് കമൻറ്റ് ഇടണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഓക്കെ, ദെൻ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.